അഡ്വക്കേറ്റ് സേനാപതി വേണു, ദി ഗ്രാൻഡ് ഓൾഡ് പാർട്ടിയുടെ തകർച്ച രാഹുലിലൂടെയായിരിക്കുമെന്നാണ് ഉല്ലാസ് ബാബു ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചത്. മാത്രവുമല്ല, ഉണ്ടയില്ലാ വെടികൾ പൊട്ടിച്ചുകൊണ്ട് പാർട്ടിയുടെ തന്നെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന സമീപനം രാഹുലിൽ നിന്നും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞ ആ 3 വിഷയങ്ങൾ മാത്രം പരിശോധിച്ചാൽ ഇതിൽ എത്രത്തോളം ആധികാരികതയുണ്ട്? ഒരു പ്രതിപക്ഷ നേതാവ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടതിന് പകരം ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില കയ്യടികൾ നേടാൻ വേണ്ടി ചില പ്രസ്താവനകൾ നടത്തുന്നു എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അങ്ങയുടെ മറുപടി? ഒന്ന്, ഈ ആദ്യ ഫേസിൽ ഇവർ രണ്ടുപേരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ കേട്ടിട്ടുണ്ടാവില്ല. ഞാനത് വീണ്ടും ഇപ്പൊ ആവർത്തിക്കുന്നില്ല, വീണ്ടും പറയാം. ഭരണഘടനയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പുസ്തകമെന്നാണ്. അവർക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാകുന്നതിനോ അല്ലെങ്കിൽ ആ ഭരണഘടനയുടെ നിർമ്മാണത്തിലോ ഒന്നും ഇവർക്ക് കാര്യമായ പങ്കൊന്നുമില്ല. ഇന്ത്യയിൽ എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്, ഇന്ത്യയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾ പുസ്തകം നിങ്ങളെ സംബന്ധിച്ച് ഉല്ലാസ് ബാബു, ഞാൻ തർക്കത്തിലില്ല, നിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുസ്തകമായിട്ടാണെന്നേ തോന്നുന്നത്. അതിൽ ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല. ആ പുസ്തകം തിരുത്താൻ വേണ്ടിയാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 400-ന് മുകളിൽ വേണം, 370 കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം. നിങ്ങൾ ഉദകക്രിയ ചെയ്യുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി നടത്തിയ പോരാട്ടത്തിലാണ് ആ 303-ൽ നിന്ന് നിങ്ങളെ 240-ൽ എത്തിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത് ഇനിയും ഗണ്യമായിട്ട് കുറയും. അത് ഉല്ലാസ് ബാബുവും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്, നമ്മളൊന്നും അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നവരൊന്നുമല്ലോ. അപ്പൊ നമുക്കത് കാണാം, നീലിമയും ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പറയുന്നതിന് അടുത്ത ഘട്ടത്തിൽ ഞാൻ അതുമായി ബന്ധപ്പെട്ട് പറയാം. താങ്കൾ പറയൂ, ഇപ്പോൾ താങ്കളുടെ സമയമാണല്ലോ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നിങ്ങൾ രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് 1924 ജാനുവരി മാസം 22-ാം തീയതി അയോധ്യയിൽ അമ്പലം പണിതതിന് ശേഷമാണെന്നാണല്ലോ. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ രാജ്യത്തെ വല്ലാത്ത വളർച്ചയിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം 5.25 ലക്ഷത്തിൽ നിന്ന് 1.25 ലക്ഷമായിട്ട് ചുരുങ്ങിയത്. നിങ്ങൾ രാമരാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ക്ഷേത്രം പണിത അയോധ്യ ഉൾപ്പെടുന്ന ഫാസിയാബാദിൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി 65,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഉല്ലാസ് ബാബു അറിഞ്ഞില്ല എങ്കിൽ അത് അറിയണം എന്നങ്ങേ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിയെ സ്ഥാനത്ത് അയോധ്യ നിലനിൽക്കുന്നിടത്തെ അവിടുത്തെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് കൂടി പരാമർശിച്ചു പോകേണ്ടതുണ്ട്. അത് അടുത്ത ഘട്ടത്തിലാകാം. അയോധ്യയിൽ ബി ജെ പി തോറ്റു എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഉല്ലാസ് ബാബുവിന് പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഉല്ലാസ് ബാബു പറയട്ടെ, നീലിമ. ഉല്ലാസ് ബാബു പറയാം. ഞാനിപ്പോ പ്രസന്റ് അവിടുത്തെ MP അത് ഇന്ത്യ സഖ്യത്തിലുള്ള അല്ലെങ്കിൽ അഖിലേഷ് യാദവ് നേതൃത്വം കൊടുക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ MP ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അപ്പോ അയോധ്യയിൽ നിങ്ങൾ പറഞ്ഞതും അയോധ്യയെ കുറിച്ച് നിങ്ങൾ പ്രചരിപ്പിച്ചതും അവിടുത്തെ വോട്ടർമാർ മുഖവിലയ്ക്ക് എടുത്തിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് അവിടെ കെട്ടിവെച്ച കാശ് പോലും കെട്ടത്തില്ലായിരുന്നു. കഴിഞ്ഞ 10 കൊല്ലക്കാലം നിങ്ങൾ ഈ രാജ്യത്ത് നടത്തിയെന്ന് ഇന്ന് പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉന്നയിച്ച അവകാശവാദങ്ങളെല്ലാം ശരിയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ രാജ്യത്ത് മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് ഏകപക്ഷീയമായിട്ട് തെരഞ്ഞെടുപ്പിൽ വരാമായിരുന്നു, വന്നില്ല. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ നിരന്തരമായി പ്രചരണം നടത്തുന്നു. ഇന്നിപ്പം പാർലമെന്റിൽ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ നിങ്ങൾ വളച്ചൊടിക്കുന്നു. എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത്? രാഹുൽ ഗാന്ധി പറഞ്ഞതിലെ ധ്വനി കഴിഞ്ഞ 10, അതായത് 2014 പിന്നോട്ടുണ്ടായിരുന്ന കാലഘട്ടത്തിൽ 9.8% വളർച്ചാ നിരക്ക് നേടിയ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് 6.4% മാറി. 5 ട്രില്യൺ ഇക്കോണമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ അപ്പുറത്ത് ചൈന 17 ട്രില്യൺ ഇക്കോണമിയിലേക്ക് മാറിയിരിക്കുന്നു. അതൊരു കമ്പാരിസൺ ആയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതല്ലേ. ഇനി രാജ്യത്തിന്റെ അതിർത്തിയെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്. ഉല്ലാസ് ബാബുവിന്റെ അറിവിലേക്കായിട്ട് പറയുന്നു. സാർ, പാങ്കോങ് നദീകരയിൽ അപ്പുറത്തുള്ള പ്രദേശങ്ങൾ, അവിടെ 9 ഫിംഗർ എന്ന് പറയുന്ന പ്രദേശം വരെ നമ്മുടെ പെട്രോളിംഗ് സംഘങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. അവർ നിരായുധരായിട്ടാണ് പോകുന്നത്. അത് എനിക്ക് തോന്നുന്നത് 1995-ൽ ശ്രീ ദേവഗൌഡ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കരാറാണ്, അതോ ഇനി ഐക്യ ഗുജറാളാണോ? സബ്ജക്ട് ടു കറക്ഷൻ. ഏതായാലും 95-96 കാലഘട്ടത്തിൽ ഉണ്ടായ അക്കോർഡ് പ്രകാരമാണ് ആയുധമില്ലാതെ, ഗണ്ണുകളില്ലാതെയാണ് പെട്രോളിങ്ങിന് അങ്ങോട്ട് പോകുന്നത്. നമ്മുടെ സൈനികർ പോകുന്നു ആ പ്രദേശം വരെ. അപ്പൊ ഇപ്പം നമ്മുടെ സൈനികര് അങ്ങനെ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതിന്റെ ഒക്കെ ഒരുപാട് പിന്നിലാണ് നമുക്കിപ്പോ പെട്രോളിങ്ങിന് പോകുന്നത്. അങ്ങനെ അവർ നമ്മുടെ പ്രദേശത്തേക്ക് കടന്നു വന്നിടത്താണ്
ബീഹാർ റെജിമെന്റിന്റെ ലഫ്റ്റനന്റ് കേണൽ ശ്രീ സന്തോഷ് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അവര് ഈ ചൈനീസ് കടന്നുകയറ്റക്കാരെ തടഞ്ഞപ്പോഴാണ് രാത്രിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോക്കിന് പകരം എന്താ പറഞ്ഞ ഇരുമ്പ് വടിയും മുളവടിയും ഈ എന്താ പറഞ്ഞ ഇരുമ്പ് വടിയിൽ ഇത് എന്താ പറഞ്ഞ നമ്മൾ മുള്ള് ചുറ്റി നമ്മൾ വേലി കെട്ടാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് ചുറ്റി ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയും 20 സൈനികർ, അതിലൊരു ഒരു കമാൻഡിൻ ഒരു ബറ്റാലിയന്റെ കമാൻഡറാണ് കേണൽ സന്തോഷ്, അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോ കഴിഞ്ഞ ഏതാണ്ട് 17 പ്രാവശ്യമായി ഇന്ത്യയിലെ സൈനിക നേതൃത്വവും ചൈനീസ് സൈനിക നേതൃത്വവും തമ്മിൽ ലേ ലഡാക്കിലും അപ്പുറത്തും ഒക്കെ ചർച്ച നടക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉല്ലാസ് ബാബു? നമ്മൾ സ്ഥിരമായി പെട്രോളിംഗ് നടത്തി നമുക്ക് നമ്മുടെ ഒരു അധീനതയിലിരുന്ന പ്രദേശം, അവിടെ ജനവാസ കേന്ദ്രമൊന്നും അല്ലല്ലോ, മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശമാണ്, പക്ഷെ നമ്മുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന പ്രദേശം, ആ പ്രദേശത്തേക്ക് ചൈനീസ് സൈന്യം കടന്നതിന് ശേഷം അവർ പിന്മാറുന്നില്ല. അങ്ങനെ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടാണ് 10-17 പ്രാവശ്യത്തെ ചർച്ച നടക്കുന്നത്. നമ്മൾ ഉപഗ്രഹ ചിത്രങ്ങൾ ചൈന പുറത്തുവിട്ടത്, അതായത് പണ്ട് നമ്മൾക്കോ അല്ലെങ്കിൽ അവർക്കോ ഇല്ലാത്ത പ്രദേശം, അല്ലെങ്കിൽ നമുക്ക് പെട്രോളിംഗ് നടത്താൻ കഴിയുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഗ്രാമങ്ങളും അവരുടെ പെർമനന്റ് ടെന്റുകളും അവരുടെ പെർമനന്റ് ബങ്കറുകളും ഒക്കെ വന്നിരിക്കുന്നത്, അതെല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഞാനിവിടെ പറഞ്ഞല്ലോ, കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നു, അതിർത്തിയിലെ പ്രശ്നങ്ങൾ അതിപ്പോഴും നിലനിൽക്കുന്നു പല ഭാഗത്തും എന്ന് പറഞ്ഞാൽ നമ്മുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ഇപ്പോൾ അത് ചൈന കൈയടക്കി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പെട്രോളിംഗ് ഫ്രീ ആയിട്ട് നടത്താൻ കഴിയുന്ന പ്രദേശങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അത് 9.8 നിന്ന് താഴോട്ട് 6.4 വന്നത് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നെ അദ്ദേഹം അമേരിക്കയെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞ, ലോകത്തിലെ 3ാമത്തെ ശക്തിയായി നിങ്ങൾ മാറിയ ഒരു രാജ്യം, അമേരിക്കയുടെ പ്രസിഡന്റ് അവിടെ അധികാരമേക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പോ വിളിക്കാത്തിടത്തേക്ക് പിന്നെ എന്തിനാ നമ്മുടെ വിദേശകാര്യമന്ത്രി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ വിളിച്ചിട്ടില്ല. അല്ല, അങ്ങനെ വിദേശകാര്യമന്ത്രിയെ അതിനാണ് ചുമതലപ്പെടുത്തി വിട്ടത് എന്നുള്ളതിന് എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത്? പറയൂ. അല്ല, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇത്രമേൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അത് തെളിവുകൾ ഉണ്ടാകണം. അങ്ങനെ പറയുമ്പോൾ ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ ജോലി അതാണ്, പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കൽ. നിങ്ങൾ ഭരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് സ്റ്റാറ്റസ് അല്ല ഇന്ന് ഭാരതത്തിലേത്. ഔദ്യോഗികമാണ്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ നിങ്ങൾക്ക്? ഇല്ല, സോറി, ക്ഷമിക്കണം ഉല്ലാസ് ബാബു, ഞാൻ ഉല്ലാസ് ബാബു ഞാനൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വന്നതാണ്. ഞാൻ നിങ്ങളോട് തർക്കിക്കാനോ വയലന്റ് ആകാനോ ഇല്ല. എന്റെ സമയത്ത് എനിക്ക് അവസരം തന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ചോദിച്ച ചോദ്യം ഞാനത് വീണ്ടും ആവർത്തിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ലായിരുന്നല്ലോ. ഇന്ത്യയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരാളെയും അങ്ങോട്ട് ക്ഷണിച്ചതായിട്ട് അതിനെന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിട്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത്? അതിന്റെ തെളിവുകളൊക്കെ വളരെ കൃത്യമായി പുറത്തു വന്നതാണ്. വിദേശകാര്യ മന്ത്രാലയം തന്നെ കൃത്യമായി വാർത്താക്കുറിപ്പിറക്കി എസ് ജയശങ്കർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത്. അല്ല, അത് ഇങ്ങനെ രാഹുൽ ഇതിനെ വളച്ചൊടിച്ച് സംസാരിക്കണമെങ്കിൽ ഇങ്ങനെ പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പോയത് എന്ന് പറയുന്നതിൽ എന്ത് തെളിവുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എസ് ജയശങ്കർ തന്നെ ചോദിച്ചല്ലോ രാഹുലിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഉണ്ടെങ്കിൽ തെളിവ് സമർപ്പിക്കൂ, ഇല്ലെങ്കിൽ നിരുത്തരവാദപരമായ പ്രസ്താവനകൾ പറയരുത്, പുറപ്പെടുവിക്കരുത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ ഈ ഘട്ടം വരെ. അല്ല, അമേരിക്ക ഔദ്യോഗികമായ വാർത്താക്കുറിപ്പിൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ ജയശങ്കറെയാണ് ക്ഷണിച്ചത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടില്ലല്ലോ. ഇന്ത്യ ഗവൺമെന്റ് ആണല്ലോ ഞങ്ങൾ വിദേശകാര്യ മന്ത്രിയെ അവിടെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു അല്ലെങ്കിൽ ട്രംപ് അധികാരമേൽക്കുന്ന എന്ത് ബാലിശമാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു ക്ഷണവുമില്ലാതെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിക്ക് പോകാൻ കഴിയും എന്ന് പറയുന്നത്? അല്ല, എന്ത് ബാലിശമായ മറുപടിയാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു?